നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിൽ ഒരു ഏകീകൃതമായിട്ടുള്ള വ്യക്തിത്വത്തെ സൃഷ്ടിക്കാനാണ്. ശരിക്കും സൃഷ്ടിക്കാൻ എന്ന് പറയാൻ പറ്റില്ല. ഏകീകൃതമായ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ റിവീൽ ചെയ്യാൻ ഉള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് നോക്കിയാൽ അറിയാം, കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ ഒരു പരിഭ്രമം പോലെയാണ്. 3-ാം വയസ്സിൽ മുഴുപ്രാന്തം എന്നൊക്കെ പറയും, തമാശയ്ക്കാണ്. അപ്പോൾ കുട്ടിയുടെ ഉള്ളിലുള്ള എനർജി പല രീതിയിലും ഡൈവേർട്ടഡ് ആവുക. ചിലപ്പോൾ കളിക്കണം, ചിലപ്പോൾ പാടണം, ചിലപ്പോൾ എവിടെയെങ്കിലും മിണ്ടാണ്ടിരിക്കണം. പലതരത്തിലും ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു അനുസരണക്കേട് കുട്ടിയുടെ സ്വഭാവമായിട്ട് നമുക്ക് തോന്നും. എവിടെ വേണമെങ്കിലും മൂത്രമൊഴിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിൽ പെരുമാറാം, വേണമെങ്കിൽ കരയാം, ചിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അവിടെ നിന്നും കുട്ടി വളരും തോറും ഞാനെന്ന് പറയാൻ തുടങ്ങുന്ന സമയം തൊട്ട് ക്രമേണ ഒരു ഏകീകൃതമായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് എത്താനുള്ള ശ്രമം തുടങ്ങുകയാണ്. എനിക്കത് വേണം, എനിക്കത് വേണം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആവണം. ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ് കോൺസെൻട്രേറ്റ് ആവണം. ആ കോൺസെൻട്രേറ്റഡ് ആവുന്ന ആ ഒരു സ്ഥിതിയിൽ 8 വയസ്സിൻ്റെ ഉള്ളിൽ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് യഥാർത്ഥ ഡയറക്ഷൻ കൊടുക്കണം. ഇതിനാണ് ഉപനയനം എന്നൊക്കെ പറയുന്നത്. പിന്നെ വൈകുമ്പോൾ എന്താ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഉള്ളിലുള്ള ഇമ്മച്യൂറായിട്ട് വളരാൻ കിടക്കുന്ന സാധ്യതകൾ, സീഡ്സ് എന്ന് പറയാം, അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. കുട്ടിയുടെ ഓരോ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഏതാണ് വേണ്ടത് എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റാതെ വന്നു. ക്ലാസ്സുകളിൽ കൂടുതൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ താല്പര്യമെന്ന് അറിയില്ല. പിന്നെ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നീ വരയ്ക്കാൻ എടുക്കാനാണ്, അത് നീ വരയ്ക്കാൻ പോകും. അങ്ങനെ മറ്റുള്ളവരെ സമ്മർദ്ദത്തിൽ വിടാനുള്ള സാധ്യത വരുന്നു. അപ്പോഴാണ് പേരൻസ് പ്രൊട്ടക്റ്റീവ് ആവുന്നത്. വേറെ എവിടെയും പോകാതെ തൻ്റെ സംരക്ഷണത്തിൽ നമ്മുടെ മതത്തിൻ്റെയും ജാതിയുടെയും കുടുംബത്തിൻ്റെയും ചട്ടക്കൂടിൽ വളർത്താൻ ശ്രമിക്കുന്നു.
പക്ഷേ യഥാർത്ഥ സാധ്യതകൾ അതിനൊക്കെ അപ്പുറമാണ്. ആ കുട്ടിക്ക് ഈ ചട്ടക്കൂടിന് അപ്പുറം എക്സ്പ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളിലുണ്ട്. അത് ശരിക്ക് ഡയറക്ഷൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടിയുടെ ഈ ഗ്രോത്തിനെ ഏകീകൃതമാക്കുമ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള ഉള്ളിലെ ബെസ്റ്റിനെ കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതാണ് ശരിക്കും ഒരു ഫാമിലി ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും പരാജയപ്പെടുന്നു, കുട്ടി സപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കുട്ടിയെ ഹോസ്റ്റലിൽ ചേർക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പെട്ടെന്ന് മാറ്റം. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ അറിയാം, വീടും വിടുന്നവർ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റം വരിക. ചിലപ്പോൾ ഹോളിഡേയ്സിന് വീട്ടിലേക്കേ പോവില്ല, പിന്നെ അച്ഛനമ്മേനെ കാണണ്ട, ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ. ഞങ്ങളെ കളിയാക്കിയിരുന്നു, അച്ഛനും അമ്മയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊരിക്കലും തോന്നിയില്ല. ഞങ്ങളെ ഡിസിപ്ലിനിൽ വളർത്തി. രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, പറഞ്ഞാൽ അനുസരിക്കണം. അതൊക്കെ നമ്മുടെ റുട്ടീൻ ഡിസിപ്ലിൻസാണ്. പക്ഷെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും പേരൻസ് തടസ്സം നിന്നിട്ടില്ല. എന്താണ് വേണ്ടത് എന്ന് സ്വയം നിശ്ചയിക്കാം. അയാൾക്ക് ധൈര്യം എപ്പോഴും തന്നിട്ടുണ്ട്. ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു വെച്ചിട്ട് അച്ഛനും അമ്മയും ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടി നന്നായി ശ്രമിക്കും, നന്നായി ശ്രമിക്കേണ്ട, കുറച്ചും കൂടി പഠിക്കും. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും കോമ്പറ്റീഷനിൽ കുടുങ്ങിപ്പോയിട്ടില്ല. ഫസ്റ്റ് റാങ്ക് വേണം, സെക്കൻഡ് റാങ്ക് വേണം. കുറച്ച് കാലത്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടായി, 2-3 കൊല്ലം. പിന്നെ അതിന് ശേഷം അതൊരിക്കലും ഒരു പ്രോബ്ലം ആയിട്ടില്ല. നമ്മുടെ ബെസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അവിടേക്കാണ് ഈ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ഏകീകൃതമായിട്ടുള്ളൊരു വ്യക്തിത്വത്തെ, കോൺസെൻട്രേറ്റ് ആയ വ്യക്തിത്വത്തെ കൊണ്ടുവരിക. എന്നിട്ട് ക്രിയേറ്റീവ് ടാലൻറ്റിലേക്ക് കണക്ട് ചെയ്യും. അവിടെയാണ് സ്നേഹത്തിൻ്റെ അന്തരീക്ഷം വേണ്ടത്, സപ്രഷനല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിത്വം തുടക്കത്തിൽ തന്നെ ശരിയായിട്ട് എന്താണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഉള്ളിലുള്ള ആ പ്യൂർ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യണം. അതിനാണ് ശരിക്കും ഈ വ്യക്തിത്വം. അവിടേക്കാണ് ഹാർട്ട്ഫുൾനെസ് നമ്മൾ നയിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് ഏർലി. സ്പിരിച്വാലിറ്റി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ വേണമെന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് കൊണ്ടാണ് 15 വയസ്സ് എന്നുള്ള നിഷ്കർഷ ദാജി വെച്ചിരിക്കുന്നത്. മെച്യൂരിറ്റി വരാനാണ്, നിർബന്ധിക്കാതെ സ്വയം. പക്ഷേ 15 വയസ്സ് വരെ ഒന്നും ചെയ്യരുതെന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. സ്പിരിച്വാലിറ്റി ജീവിതത്തിൻ്റെ കണ്ടൻ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റീനെ, ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യലാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് ഫാമിലി കാണിച്ചു കൊടുക്കണം. കാരണം അവർ മാതൃകളായിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ആവണം. അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവും, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വഴിയിൽ നിന്ന് 15 വയസ്സാകുമ്പോഴേക്കും അവർ തന്നെ സ്റ്റാർട്ട് ചെയ്തോളും, സ്പിരിച്വൽ പ്രാക്ടീസ് തുടങ്ങും. അവിടെയും നിർബന്ധങ്ങൾ പാടില്ല എന്ന് മാസ്റ്റർ പറയുന്നുണ്ട്. നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയില്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ എക്സ്പ്രസ് ചെയ്യാൻ, നിസ്വാർത്ഥത എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതിനാരും അടിച്ചമർത്താൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. സ്പിരിച്വൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, ഒരു വലിയ മഹാപരാധമായിട്ട് ചില പറയും. ആ സമയത്ത് വേറെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള, നിസ്വാർത്ഥമായിട്ടൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് സ്പിരിച്വൽ ഗ്യാതറിങ്ങിൻ്റെ എഫക്റ്റ് തരുന്നത് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിർബന്ധങ്ങളില്ല. നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ എന്താണ്, അത് കൂടുതൽ കൂടുതൽ ഉയരാൻ വേണ്ടിയിട്ടാണ്, നിസ്വാർത്ഥതയിൽ സ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏകീകൃതമായിട്ടുള്ള വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുള്ള, അത് ക്രമേണ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ എൻറ്റിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാ സമയത്തും ഒരേ മാതിരി തന്നെ ഉള്ള ആ ഒരു പെരുമാറ്റം. എന്ത് ജോലി ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ജോലി, അറിയുന്ന കാര്യം ചെയ്യുന്നു, അറിയാത്ത കാര്യം ചെയ്യുന്നില്ല, എപ്പോഴും സ്നേഹിക്കുന്നു. ഇന്നലെ ഒരു ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു, ചികിത്സിക്കാൻ പറ്റാത്ത ഒരു രോഗത്തെ, ഇതിന് മാറ്റം, ഒരു അസുഖം, ഈ അസുഖം മാറില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? അത് രോഗിക്ക് ഒരുപക്ഷെ അറിയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെയാണ്, എപ്പോഴും ഉപയോഗിക്കേണ്ട സ്നേഹമാണ്. അതൊരു യൂണിഫൈഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ആ യൂണിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ശരിക്കും സ്പിരിച്വലായിട്ട് ഇൻറ്റൻഷനിൽ നീങ്ങുമ്പോൾ, ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറയുന്നു. ഈ സ്പിരിച്വൽ എൻറ്റിറ്റി പ്രവർത്തിക്കുന്ന മേഖല വളരെ വളരെ വിശാലമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ, മൾട്ടിപ്പിളായിട്ട് നടക്കുന്ന പേഴ്സണാലിറ്റീസിനെ ഏകീകൃതമാക്കുന്ന ഒരു അവസ്ഥയാണ് സ്പിരിച്വൽ എൻറ്റിറ്റി. ഒരുപക്ഷെ ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഹെൽപ്പ് ചെയ്യപ്പെടുന്നു. ഈ ലോകത്ത് തന്നെ പലരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചിലർ സ്പിരിച്വലായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ ഗ്യാദർ ചെയ്യുന്നു. കാരണം അവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആ
മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു ഏകീകൃതമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, അതിനെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വിടുക എന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ശരിക്കും നിർവഹിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.